നമുക്കിപ്പോൾ ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. കൊച്ചി രാജാവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ ഈ പാറമേക്കാവിൻ്റെ ഗജവീരന്മാരുടെ സംഘം എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടെ എത്തി ആദരം അർപ്പിച്ച ശേഷം തിരിച്ച് ഇവിടേക്ക് എത്തുകയും ചെയ്യും. അതിന് മുന്നോടിയായി തന്നെ ആളുകളൊക്കെ തന്നെ എനിക്ക് തോന്നി നമുക്ക് രാജ്യസങ്കല്പങ്ങളോടൊക്കെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. പക്ഷേ ഈ രാജ്യസങ്കല്പത്തിൽ നാം രാജാവിനെ ആദരിക്കുകയും വീണ്ടും വീണ്ടും ഓർക്കുകയും ചെയ്യുന്ന അപൂർവമായ നിമിഷങ്ങളിൽ ഒന്നാണ് സത്യത്തിൽ തൃശ്ശൂർ പൂരം. അത് തൃശ്ശൂർ മാത്രമായിരിക്കും അങ്ങനെ ഓർക്കുന്നുണ്ടാവും അല്ലേ? പൊതുവേ മറ്റ് രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചില ഇടങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് എന്നുള്ളതിനപ്പുറത്ത് വർഷം ഇങ്ങനെ കൃത്യമായി ശക്തൻ 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 എന്ന് എത്ര കണ്ട് പനമ്പള്ളി ഗോവിന്ദമേനോൻ പറഞ്ഞിട്ടുണ്ട്. എന്നും രാവിലെ നിങ്ങളെ കുറ്റം പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ നൽകുന്ന മറുപടി എന്നും രാവിലെ എണീറ്റ് എൻ്റെ പേര് ഉച്ചരിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എല്ലാ വർഷവും ശക്തൻ തമ്പുരാന്റെ പേര് ഉച്ചരിക്കാൻ നാം നിർബന്ധിതരാകുന്നു. അത് തൃശ്ശൂരിന് അദ്ദേഹം നൽകിയ സംഭാവനകളാണ്. അതിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ച ശക്തൻ തമ്പുരാൻ നൽകിയ ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എത്ര ഭംഗിയോടുകൂടിയാണ് ഒരു 6 ആനകൾ വലം വെച്ച് 7 ആനകൾ വലം വെച്ച് എത്ര ഒരു ക്യാൻവാസിൽ ഒരു ഏറ്റവും സുന്ദരമായ ഒരു ചിത്രം വരച്ചിട്ട അതുപോലെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. എന്തായാലും അല്പസമയവും കൂടിയാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ഈ ഒരു സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. സൂര്യൻ അങ്ങനെ അസ്തമിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. ഞാനങ്ങ് പോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ആ സൂര്യപ്രഭ ഇങ്ങനെ നമ്മളിലേക്ക് വളരെ വ്യക്തമായി പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ നിൽക്കുന്ന മനുഷ്യരുടെ ഒക്കെ ദേഹത്തേക്ക് ആ സ്വർണ്ണവർണ്ണം അങ്ങനെ അണിയുന്നുണ്ട്. അത് പൊൻവെയിലാണ്. അതെ, അതങ്ങനെ പതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ ആ തലേക്കെട്ട് നെറ്റിപ്പട്ടത്തിനും ഒപ്പം തന്നെ ആ തിടമ്പിനും ആ കുടയ്ക്കും അതിലെ അലുക്കുകൾക്കുമൊക്കെ ഒരു സ്വർണ്ണവർണ്ണം കുറച്ച് കൂടുതലാണോ എന്ന് തോന്നിപ്പോകുന്നത് മാത്രമല്ല ആ കാഴ്ചയ്ക്ക് എത്ര സൗന്ദര്യം വരുന്നതും ആ സ്വർണ്ണപ്രഭ കൊണ്ട് തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒന്ന് നോക്കിക്കേ, ഇത് മറ്റൊരു ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ, നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയതാണെങ്കിൽ ഒരു 10 അടി ഇപ്പൊ പൊട്ടുമായിരുന്നില്ലേ അല്ലേ? പക്ഷെ ഇവിടെ അത് സംഭവിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഒരൊറ്റ ചിന്ത, ഒരൊറ്റ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. പൂരമെന്ന ലഹരിയാണ്. മലയാളികൾ ലഹരിയുടെ പിടിയിലാണെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ മനുഷ്യർക്കും പൂരമെന്ന ഒറ്റ ലഹരിയിൽ, ഇവിടത്തെ ആരവത്തിൻ്റെ, ഇവിടത്തെ ആഘോഷത്തിൻ്റെ, ഇവിടത്തെ ഈ വർണ്ണക്കാഴ്ചകളുടെ ലഹരിയിൽ മാത്രം മുഴുകിയിരിക്കുന്ന, അതിൽ ലയിച്ചിരിക്കുന്ന വസ്ത്രാരങ്ങളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തമ്മിൽ തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും ചില ആളുകൾക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും അല്ലേ? പക്ഷേ ഇവിടെ ആകുമ്പോൾ എന്ത് പറയുന്നോ, എന്തുട്ട കിട്ടിയാ നമ്മളും കാൺടെസ്റ്റാ എന്ന് പറയും. തീർന്നു, പ്രശ്നം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അവരെല്ലാം കാണാനിരിക്കുന്നത് ഒറ്റ കാഴ്ചയാണ്. ആ കാഴ്ച ഏറ്റവും സുന്ദരമായി കാണുക എന്നുള്ളതാണ്. ഞാൻ അല്പം കണ്ടിട്ടുണ്ട്, ബാക്കി നീയും കണ്ടോ എന്ന് പറയുന്ന സാഹോദര്യം അതങ്ങനെ തന്നെ പൂത്തുലയുന്നുണ്ട് നമ്മുടെ തൃശ്ശൂരിലെ പൂരനഗരിയിൽ. അവിടെ കൈകളുയർത്തി ഹർഷാരവം മുഴക്കി ആസ്വാദന ലഹരിയിൽ ആറാടി ആയിരങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ സ്ത്രീകൾക്കുൾപ്പെടെ കാണാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ചില ആളുകൾക്കെങ്കിലും വരാനുള്ള വിമുഖതയുണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാനൊക്കെ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇനിയുള്ള കാലം അങ്ങോട്ട് എത്രത്തോളം നമുക്ക് പൂരം ആസ്വദിക്കാൻ കഴിയുമോ ആ കാലമൊക്കെയും ഇങ്ങനെ ഏറ്റവും സുന്ദരമായി തന്നെ അത് ആസ്വദിക്കാൻ